മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു ശനിയാഴ്ച സായം സന്ധ്യ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഒരു ശാബത്ത് ദിവസത്തിൻ്റെ ആരംഭം. എന്താണ് ഈ ശാബത്ത് ദിവസം? വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, അതിൻ്റെ 2-ാം അധ്യായത്തിൽ 3-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: 6 ദിവസം ദൈവം എല്ലാം സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും, ആകാശത്തിലും ഭൂമിയിലുള്ളത് എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം ഒന്നും ചെയ്യുന്നില്ല. വേലയിൽ നിന്നെല്ലാം വിരമിച്ചു. വേലകളെല്ലാം കഴിഞ്ഞു. ആ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അതുകൊണ്ടാണ് ഈ ദിവസത്തിനെ ഹോളി ഡേ എന്ന് പറയുന്നത്. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. അപ്പം ഈ ദിവസം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. അത് ഒരു വിശുദ്ധിയുടെ ദിവസമാണ്. അതുകൊണ്ടാണ് ഈ ദിവസം നമ്മൾ മറ്റുള്ള ജോലികളെല്ലാം നിർത്തിവെച്ച് ഹോളി എന്ന് പറയുന്ന വിശുദ്ധിയുടെ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. ചിലർക്കതൊരു അവധി ദിവസമാണ്. കാരണം ഒരു ജോലിക്കാർക്ക് പോലും സൺഡേ വർക്കിംഗ് ഡേ ആകാറില്ല. സാധാരണ ഒരു അവധി ദിവസമാണ്. അപ്പോൾ അതൊരു അവധി ദിവസമായിട്ട് അങ്ങനെ ആചരിക്കുന്നവരുണ്ട്. വിശുദ്ധ ദിവസമാണ്. ദൈവം വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച ദിവസമാണ്. അതുകൊണ്ടൊരു വിശുദ്ധ ദിവസമായിട്ട് വിശുദ്ധ കാര്യങ്ങൾ, അതായത് ആത്മീയ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കാനാണ് ദൈവം നമ്മെ കൊണ്ട് അന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് അതിരാവിലെ എഴുന്നേൽക്കുക, ആത്മീയ കാര്യങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോവുക, വേദപാഠം പഠിക്കുക, അതുപോലെ തന്നെ ആത്മീയ മീറ്റിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്താനുള്ള ദിവസമാണ്. പിന്നെ ഈ ദിവസത്തിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. മനുഷ്യർക്ക് ഉള്ളൊരു ബുദ്ധിമുട്ടാണ്, ആർക്കും അവരവരുടെ തെറ്റുകൾ മനസ്സിലാകില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ മറ്റെല്ലാ ജീവജാലങ്ങളും അങ്ങനെയല്ല. അവരൊക്കെ വളരെ ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട്, പക്ഷിമൃഗാദികളും എല്ലാം വൃക്ഷലതാദികളും ഒന്നും ആരെയും കുറ്റം പറയുന്ന ഒരു സ്വഭാവമില്ല. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടുപിടിക്കുക, കുറ്റം കാണുക. എന്നാൽ നമ്മളിൽ ഈ തെറ്റുണ്ടോ എന്നൊന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് സമയമില്ല. അതാണ് സങ്കീർത്തനം 19:12 പറയുന്നത്: തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? അതായത് തന്നെ അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കില്ല. അതേ തെറ്റ് വേറൊരാൾ ചെയ്തെന്നും പറഞ്ഞ് അവരെ നമ്മൾ അക്യൂസ് ചെയ്യും, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തും. പക്ഷെ അതേ കാര്യം തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് മനസ്സിലാകില്ല. അപ്പോൾ ഇങ്ങനെ സ്വയം നമ്മുടെ തെറ്റുകളെയൊക്കെ, ഇപ്പം നാളെ സൺഡേ വിശുദ്ധ ആരാധനയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇന്നേ ദിവസം അല്ലെങ്കിൽ ഈ ഒരാഴ്ച ദിവസം നമുക്ക് പറ്റിയ തെറ്റുകളൊക്കെ ഒന്ന് സ്വയം പരിശോധിച്ച് മനസ്സിലാക്കി അനുതപിച്ച് അനുഗ്രഹം വാങ്ങിക്കണം. അങ്ങനെയാണ് ഈ ദിവസത്തിൻ്റെ അനുഗ്രഹം നമുക്ക് നേടേണ്ടത്. നമ്മൾ വെറുതെ ദേവാലയത്തിൽ പോയി ആരാധനയിൽ സംബന്ധിച്ച് പോന്നാൽ പോരാ. ഈ ദിവസം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയാണെങ്കിൽ നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ പോരായ്മകൾ, നമ്മൾ ചെയ്ത നമ്മുടെ ചെയ്തികളിലുള്ള കുറവുകളെയെല്ലാം ഒന്ന് മനസ്സിലാക്കി അതിനൊരു അനുതപിക്കണം. അനുതാപ ഹൃദയമുള്ളവരായിട്ട് വേണം നമ്മൾ ആരാധനയിലൊക്കെ പങ്കെടുക്കാൻ. അങ്ങനെ നീ ആരെയെങ്കിലും വിധിച്ചാൽ ആ വിധിയാൽ നീയും വിധിക്കപ്പെടും എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പം നമ്മൾ ആരെയും വിധിക്കാതെ നമ്മളെ തന്നെ ഒന്ന് വിധിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളെ തന്നെ ഒന്ന് വിധിച്ച് നോക്കണം. നമ്മൾ എന്തൊക്കെ ചെയ്തു, ശരിയാണോ തെറ്റാണോ? അങ്ങനെ തെറ്റാണെങ്കിൽ ഇനി മേലിൽ ആ തെറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയും അങ്ങനെ ഒന്ന് ശ്രമിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ ഈ ദിവസം നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ട് ദൈവം തരും. ഓക്കെ.